ഗൈസ് രാവിലെ ഞങ്ങൾക്ക് ബാങ്കിങ് പരിപാടികളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി ഞാൻ ജിയോ റെഡി ആയിട്ടിരിക്കണം. ജിയോയ്ക്ക് അക്കൗണ്ട് റെഡിയാക്കണം, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ജിയോയ്ക്ക് ബാങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ട് എന്നെ കൂടെ വിളിച്ചോണ്ട് പോകാം. ഗൈസ് ഞങ്ങൾ SBIയിൽ വന്നതാണ്. ഇപ്പോൾ ഇതേ വട്ടം മൂഞ്ചിരിക്കും ഉള്ളത്. എത്ര ഫോമാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ എടുത്താൽ മതിയായിരുന്നു. ഗൈസ് എത്ര ഫോമാണ് ഫില്ല് ചെയ്യാൻ ഓരോന്നോരോന്ന് അവർ തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 18 വയസ്സായതുകൊണ്ട് അതിൻ്റെ ഫോം ഫില്ല് ചെയ്യാൻ തന്നേക്കുവാണ്. അവിടെ പെട്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഒടുക്കത്തെ ഫില്ലിങ് ആണ് കേട്ടോ. ഈ ഫോമെല്ലാം ഫില്ല് ചെയ്ത് 2 ഇപ്പോൾ ഫില്ല് ചെയ്ത് കേട്ടോ. 2 ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചേക്കുവാണ്. അതിപ്പോൾ പോരെ ഇപ്പോൾ 2 കൂടെ പിന്നെയും തന്നത്. എന്നോട് ഉറങ്ങണം തന്നു 3ാമത്തെ. എൻ്റെ ഗൈസ് മടുത്തു. ഗൈസ് ഞങ്ങളിവിടെ ആകെപ്പാടെ കോമഡിയാണ്. 2 മണിക്കൂറായി ബാങ്കിൽ വന്നു. ഇതായിട്ടൊരു ഫോം ഫില്ല് ചെയ്തിട്ടില്ല കേട്ടോ മതി. ഒരു SSLC എഴുതിയതിൻ്റെ ഫീലാണ് ഇവയ്ക്ക്. ഗൈസ് മന്തിയൊക്കെ മേടിച്ച് ഞങ്ങളത് സെറ്റായിട്ടിരിക്കുകയാണ്. ഇവിടെ ഖലീഫ് മന്തി വാങ്ങി സെറ്റാക്കിയിട്ട് പോവാണെങ്കിൽ ആ ബൈക്കാനും അതല്ല ശരത്താൻ തോന്നി. ഇന്ന് ഫുള്ള് ഞങ്ങൾ സെറ്റാണ്. ബിരിയാണി, കാലിക്കറ്റ് കഫേന്ന് ബിരിയാണി, ഖലീഫ് മന്തിന്ന് മന്തി, എല്ലാ സെറ്റൊക്കെയും മന്തി. എൻ്റെ മന്തി ഇവിടെ കിടന്ന് ആടുന്നുണ്ട് കണ്ടുകൊണ്ട്. ജിയായി കൂടെ കാലിക്കറ്റ് കഫേന്ന് ഒരു മന്തി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ മന്തി വേണ്ട ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. വെച്ച് ഫുൾ സെറ്റാണ് കേട്ടോ. ഞങ്ങളൊന്ന് കഴിച്ച് ഞങ്ങൾ ചാവും. കുറേ നാൾ കൂടിയുള്ള നെക്സ്റ്റാണ്. അപ്പം നാളെ എന്തായാലും ബിരിയാണി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോൾ സമ്മതിക്കുന്നു. അപ്പോൾ ഞങ്ങളെന്നാൽ വീട്ടിൽ പോകണം കേട്ടോ. ഗൈസ് ഞങ്ങൾ ഇന്ന് കോട്ടയത്ത് നിന്ന് നല്ല കിടില മന്തി വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് കഴിക്കാൻ പോകണം. ബീഫ് മന്തിയാണ്. അത് ആ കടയിലെ ബീഫ് മന്തി ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ജീവാതാണ്ട് ബിരിയാണി എടുത്ത് കഴിയിട്ട് തിന്നാൻ തോന്നുന്നു. ജീവയ്ക്ക് കാലിക്കറ്റ് കഫേയിലെ ബിരിയാണി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകണം. പിന്നെ മന്തിയും ബിരിയാണിയും കൂടെ ഒരുമിച്ച് ജീവൻ അടിച്ച് കയറ്റുന്നത്. കുറച്ച് മന്തി കഴിക്കും, കുറച്ച് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ് ഭയങ്കര ക്ഷീണമായിപ്പോയി കേട്ടോ. ഒന്ന് ഇറങ്ങണമെന്നുണ്ട്. ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. അപ്പം അതിന് പോകണമെന്നുണ്ട്. പോകണ്ടെന്നുണ്ട്. ക്ഷീണം കാരണം പോകണ്ടെന്നും. ക്ഷീണം വേണമെന്നല്ല, മന്തിയൊക്കെ അടിച്ചിട്ട് കനക്കാൻ പോലെ. ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളും ഖലീഫ് മന്തിയിൽ പോയി മന്തി കഴിക്കും. ബീഫ് മന്തി കഴിച്ചിരിക്കും. സൂപ്പറാണ്, സൂപ്പർ. ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്ന് കഴിച്ചത്. ശരി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗൈസ്
അമ്മയുടെ ക്രിസ്മസ് ഫണ്ട് ആണ്. ജീവ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തായിരിക്കും. അത്യാവശ്യം വലിപ്പമുണ്ട്. ജീവയ്ക്ക് അൺബോക്സ് ചെയ്യാൻ അറിയില്ല ഗൈസ്. ജീവയ്ക്ക് ഒരു കിണ്ടി അറിയില്ല. ഗ്യാസ് ഡാളിയാണ്ട് അവിടെ താക്കോലിക്കുന്നതായിട്ട് കുത്തിയാൽ പോരെ. അത് പൊട്ടിക്കുമല്ലോ. ഇത് എന്തുവാ ഇത് യുദ്ധം അടിച്ചു പൊളിക്കണം. മാൻ ഗ്ലാസ് ആണ് കേട്ടോ. ഗ്ലാസ്സാണ്. കുഴപ്പമില്ല. എന്നാൽ പഴയ ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കണം. സൈഡ് കാണിക്കും. ഏയ് മാൻ എനിക്ക് ഇതുപോലെ ആ കൊച്ചു തന്നെ കപ്പും ഗ്ലാസും കൂടെ ബെൽ ഓർക്കിഡ് ക്രഞ്ച് ഫോർ ലവ് ഹാപ്പിനെസ് ഓഫ് ലവ് ഹാപ്പിനെസ്